സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ടും അഹങ്കരിക്കാൻ ഒരുപാടുണ്ടായിട്ടും ലളിത ജീവിതം നയിക്കുന്ന പ്രണവ് മോഹൻലാലിനെ എല്ലാവർക്കും പ്രിയമാണ്. പ്രണവിന്റെ സിനിമാ ജീവിതം എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നോക്കിയാലോ. 2002 പ്രണവ് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. മോഹൻലാൽ നായകനായ ആക്ഷൻ ക്രൈം ഡ്രാമ ഒന്നാമനിലാണ് ഒരു ചെറിയ ഭാഗത്തിൽ പ്രണവ് എത്തുന്നത്. മോഹൻലാൽ അഭിനയിച്ച രവിശങ്കർ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് അവതരിപ്പിച്ചത്. അതേ വർഷം തന്നെ മേജർ രവിയും രാജേഷ് അമനക്കരയും ചേർന്ന് സംവിധാനം ചെയ്ത പുനർജനി എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി പ്രണവ് അഭിനയിച്ചു. തന്റെ വിളിപ്പേരായ അപ്പു എന്ന് തന്നെയായിരുന്നു ആ ചിത്രത്തിൽ പ്രണവിന്റെ പേര്. സ്വന്തം അനിയനെയാണ് തന്നെക്കാൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമെന്ന് കരുതി വീട്ടിൽ നിന്നും ഓടിപ്പോകുന്ന കുട്ടിയായാണ് പ്രണവ് മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രണവിനെ തേടിയെത്തി. അതിനുശേഷം പഠനത്തിൽ ശ്രദ്ധിക്കാൻ പ്രണവ് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തു. പിന്നെ കുറെ കാലം വായനയും യാത്രകളുമായി പ്രണവ് മുന്നോട്ടു പോയി. ഇതിനിടെ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ക്യാമിയോ റോളിൽ പ്രണവ് എത്തുകയുണ്ടായി. 2014 ദൃശ്യം എന്ന ഹിറ്റ് ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ പാപനാശത്തിൽ ജീത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി പ്രണവ് പ്രവർത്തിച്ചു. ഈയിടെ പ്രിയദർശൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഒരു അസാധ്യ കലാകാരനാണ് പ്രണവ്. സ്കൂളിൽ പ്രണവിന്റെ മികച്ച പ്രകടനങ്ങൾ താൻ കണ്ടിട്ടുണ്ട്. മികച്ച അഭിനേതാവായി പലതവണ പ്രണവ് സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2018 റിലീസ് ചെയ്ത ആദിയിൽ നായകനായി പ്രണവ് എത്തി. പിന്നെ 2019 20-ാം നൂറ്റാണ്ട്, 2020 കുഞ്ഞാലി മരയ്ക്കാർ, 2022 റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം ഹൃദയം വൻ വിജയമായിരുന്നു. പ്രണവിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷമാണ്. അത് 2024 പ്രണവ് നായകനായി രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഹൊറർ ചിത്രമാണ് ഡൈസ് ഇറേ. 2025 ഹാലോവീൻ ദിനത്തിലാണ് ചിത്രത്തിന്റെ റിലീസ്.